കഴിഞ്ഞ 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. നാമമാത്രമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കയറിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണ്ണവില കയറാൻ കാരണമായി. ക്രൂഡ് ഓയിൽ വിലയും ബിറ്റ്കോയിൻ വിലയും മുന്നേറുകയാണ്. സ്വർണത്തിന്റെ വില മാത്രമല്ല, വെള്ളിയുടെ വിലയും ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കും. കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് 65,560 രൂപയാണ്. 22 ക്യാരറ്റ് ഗ്രാമിന് 8,195 രൂപയുമായി. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 6,720 രൂപയാണ് ഇന്നത്തെ വില. വെള്ളിയുടെ വിലയിൽ 1 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 109 രൂപയായി. അതേസമയം ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,018 ആയിട്ടുണ്ട്. കേരളത്തിൽ സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വരികയായിരുന്നു. നേരിയ തോതിലാണ് കുറഞ്ഞിരുന്നത്. എങ്കിലും വില 65,000-ൽ തന്നെ നിൽക്കുന്നു. ആഭരണം വാങ്ങുന്ന വേളയിൽ പണിക്കൂലിയും GSTയും എല്ലാം ചേരുമ്പോൾ 70,000 രൂപ വരെ ഒരു പവന് ചിലവ് വരും. ഈ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾ മറ്റൊരു വഴി തേടിയത്. 4 പരിശുദ്ധിയിലുള്ള ആഭരണങ്ങളാണ് വിപണിയിൽ സജീവമായുള്ളത്. 24, 22, 18, 14 എന്നിവയാണവ. 24 ക്യാരറ്റ് സ്വർണം സമ്പൂർണ്ണമായും സ്വർണമാണ്. എന്നാൽ 22 ക്യാരറ്റിൽ 9% ചെമ്പിൻ്റെ അംശമുണ്ടാകും. 25% ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും അംശമാണ് 18 ക്യാരറ്റിലുണ്ടാവുക. 42% ചെമ്പാണ് 14 ക്യാരറ്റിലുള്ളത്. സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവർ 24 ക്യാരറ്റിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. വിൽക്കുന്ന വേളയിൽ നഷ്ടമുണ്ടാകില്ല. ആഭരണമായും നിക്ഷേപമായും കാണുന്നവർ 22 ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങും. അലങ്കാരത്തിനൊപ്പം ആവശ്യം വന്നാൽ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം. വിൽക്കുമ്പോൾ ചുരുങ്ങിയത് 7,000 രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നത് ഓർക്കണം. 18, 14 ക്യാരറ്റിലുള്ളത് സാധാരണ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങളാണ്. 18, 14 ക്യാരറ്റിലെ ആഭരണങ്ങൾ ബാങ്കുകളിൽ പണയം വയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് വെല്ലുവിളി. മാത്രമല്ല, പണിക്കൂലി അല്പം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ക്യാരറ്റിലുള്ള ആഭരണങ്ങളിലേക്ക് മലയാളി അത്ര അടുത്തിരുന്നില്ല. എന്നാൽ സമീപകാലത്ത് സ്വർണ്ണവില കൂടിയതോടെ ഈ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ഡിമാൻഡ് വർദ്ധിച്ചു. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 9,000 രൂപയോളം വരും. വ്യാപാരം തുടരുന്ന ഓരോ നിമിഷവും ഈ സ്വർണത്തിന്റെ വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 22 ക്യാരറ്റിലുള്ള സ്വർണം ഗ്രാമിന് 8,185 രൂപയാണ് വില. 18 ക്യാരറ്റിലുള്ള സ്വർണത്തിന് 6,715 രൂപയും 14 ക്യാരറ്റിലുള്ളതിന് 5,200 രൂപയാണ് വില. ഈ ക്യാരറ്റിലുള്ള സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ 41,600 രൂപ മാത്രമേ ചിലവ് വരൂ. 22 ക്യാരറ്റിലുള്ള സ്വർണം പവന് 65,480 രൂപ വരും. അതായത് 23,880 രൂപ കൂടുതൽ. 14 ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് നിലവിൽ ഹാൾമാർക്കിംഗ് നടക്കുന്നില്ല. എന്നാൽ ഡിമാൻഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 22 ക്യാരറ്റിന് പകരം 14 ക്യാരറ്റ് സ്വർണം വാങ്ങുന്നവർക്ക് ഗ്രാമിന് 3,000 രൂപയുടെ കുറവാണ് വരുന്നത്. ആഭരണം എന്ന നിലയിൽ മാത്രം കാണുന്നവർക്ക് ഇതാണ് നല്ലതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ആവശ്യക്കാർ ഏറിയിരിക്കുന്നത്. വില കൂടി വരുന്ന സാഹചര്യത്തിൽ വരും കാലങ്ങളിൽ ബാങ്കുകൾ വായ്പ നൽകുന്നതിന് ഈടായി ചെറിയ ക്യാരറ്റിലുള്ള ആഭരണങ്ങളും എടുത്തേക്കും. പ്രമുഖ ജുവലറികളെല്ലാം 14, 18 ക്യാരറ്റിലുള്ള പുതിയ മോഡൽ ആഭരണങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ തന്നെ തുടങ്ങിക്കഴിഞ്ഞു.